ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഇഫ്താറിന് മാത്രമല്ല, നമുക്ക് 4 മണി ചായയുടെ കൂടെയൊക്കെ ഇതൊരു പീസ് ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഈ ചിക്കൻ പോള തയ്യാറാക്കുക എന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം എരിവുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ചിക്കനിലൊക്കെ മസാലയൊക്കെ എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ നമ്മളിത് ചിക്കന് മുങ്ങി നിൽക്കാനുള്ള ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതുപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ഓയിലിൽ തന്നെ ഇതിലേക്ക് വേണ്ട ഉള്ളിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോകരുത്. ഉള്ളിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചിക്കന് പൊരിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അല്പം കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാലയും അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ അല്പം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോളയ്ക്ക് വേണ്ട ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പോളയ്ക്ക് വേണ്ട മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പഴയ പാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പോള തയ്യാറാക്കാൻ വേണ്ട സോസ് പാൻ വെച്ച് കൊടുക്കുന്നത്.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നെയ്യ് ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം, അത്രയും സമയം വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ മസാല നിരത്തി കൊടുക്കാം. മസാല സൈഡിലേക്ക് ആവണ്ട കേട്ടോ, സൈഡിലേക്ക് ആവാതെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മുഴുവൻ മസാലയും ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ പുഴുങ്ങിയ മുട്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ആ പകുതി മാവ് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ അല്പം മല്ലിയിലയും പിന്നെ ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു 25-30 മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ വെക്കാം. അപ്പോൾ ഞാൻ ആവി ഒട്ടും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 35 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇതുപോലെ തന്നെ അടച്ച് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്കിതുപോലെ ഒരു പപ്പട സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു പാനിൽ അല്പം നെയ്യാക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ചാണ് കേട്ടോ പോളയുടെ കട്ടിയൊക്കെ. ഇപ്പോൾ കുറച്ച് വട്ടം കുറഞ്ഞ പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ തന്നെ കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പീസ് കഴിച്ചാൽ തന്നെ മതി നമുക്ക് വയറ് നിറയാൻ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.